വണ്ടി എന്നാ പറ്റുമോ ഷെനോ? ആരുടെ വണ്ടി വണ്ടി ഓട്ടോ ആരുടെ എന്നാ പറ്റി? ഇതെങ്ങനെയാ സംഭവിച്ചേ? അവര് വലത്തോട്ട് വെട്ടിച്ചോ? നമ്മളെങ്ങോട്ട് പോയിരുന്നേ? ആ വേറെ പരിക്കുമല്ലോ ഉണ്ടോ? ചെറിയ ആ വണ്ടി വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അവരെന്നാ പറയുന്നത് കാറുകാർ? ആ ആ എവിടുത്തെ കാറ്? ആണോ? ആ ഇപ്പൊ ഇടിച്ചു. ഈ ടയറിനിട്ടാണോ ഇടിക്കുന്ന വണ്ടി? ആ അതെ അതെ. ചെറുക്കനാണ്. കാറ് നമ്മുടെയാണോ? എങ്ങനെയാ സംഭവിച്ചത്? എങ്ങനെയാ ചേട്ടാ? ഞങ്ങളിപ്പോൾ പറഞ്ഞു, ഞാൻ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട്. നിങ്ങളുടെ സ്ഥലം എവിടെ? എൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്ന വാഴക്കുളത്താണ്, തൊടുപുഴ വാഴക്കുളം. ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ഈ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി പറയുന്നത് ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറിയെന്നാണ് പറയുന്നത്. ഓവർടേക്ക് ചെയ്തത് ഞാൻ ഓവർടേക്ക് ചെയ്തെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ കറക്റ്റായിട്ടൊന്നല്ല, ഈ വണ്ടിയും സ്പീഡായിരുന്നു. ഞങ്ങൾ ബെതുക്കാണ് വന്നത്. അങ്ങനെ ഇത് രണ്ടുകൂടെ. ഈ വണ്ടിയുടെ ബാക്കിലെ വീലാണ് അപ്പുറം കിടക്കുന്നത്. ആ വീല് തെറിച്ച് പോകണമെന്നുണ്ടെങ്കിൽ പയ്യെ വന്നാൽ പറ്റത്തില്ല. രണ്ട് വണ്ടിയും എന്തേ ഓട്ടോയുടെ ആളെന്ത്? അല്ല അതെ, ഞാൻ അങ്ങനെ കുറ്റം പറയാലോ, നമുക്കിത് കാണുമ്പോൾ അറിയാമല്ലോ. അല്ല വണ്ടിക്ക് അത് വേറെ ആരാ ഉണ്ടായിരുന്നല്ലോ? കാറിൻ്റെ അത് ആരൊക്കെ ഉണ്ട്? എൻ്റെ വൈഫും എൻ്റെ 2 മക്കളും. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അവർക്ക് പരിക്കുകളൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല. അതായാലും അതൊരു ദൈവം കാത്തു. കുഞ്ഞിനാണെങ്കിൽ ഫിറ്റ്സിൻ്റെ അസുഖം ഉള്ളതാണ്. 2 പിള്ളേരും ഭയങ്കര കരച്ചിലായിരുന്നു, നിലവിളിക്കുമായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവം, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാകുന്നത്. പിള്ളേരൊക്കെ പേടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനിത് പേടിച്ച് കുഞ്ഞിന് ഫിറ്റ്സിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടാകുമോ എന്നുള്ള പേടിയില്ല. ഞാൻ കുഞ്ഞിനെ ഈ പുള്ളി പറയുന്നത് കുഞ്ഞിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് പറയാം, കുഞ്ഞാ വണ്ടി ഓടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ആള് പറഞ്ഞല്ലോ, കുറേ കാറുകാരും പറഞ്ഞു. ചേട്ടാ ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഞാൻ ഒരു അനാവശ്യമായിട്ടും ചെയ്തില്ല. CC ക്യാമറ നോക്കിയാൽ മതി. ഈ സൈഡ് വന്ന് വണ്ടി ഇങ്ങനെ കയറി ഇടിക്കാതെ എന്നാണ് ഈ ചേട്ടൻ കയറി ഇടിക്കാതെ ആരും വണ്ടി ഇടിക്കുക. അത് നമുക്ക് ആ വണ്ടി കിടക്കുന്നതാണ് പറയും. ആ വീട്ടിലെ ഇത് കിട്ടുമോ? ക്യാമറയുടെ കിട്ടുമോ അവിടെ വല്ലോ? ക്യാമറ എവിടെ ഉണ്ടോ? കാർ ഓടിച്ചയാളുടെ വീട് മാവേലിക്കരയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഹൗസാണ് വാഴക്കുളം. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ പുതുപ്പള്ളി പാറാട്ടാശുപത്രിയുടെ മുന്നിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് വല സൈഡിലെ വീട്ടിൽ CCTV ഉണ്ട്. നമുക്ക് പോലീസൊപ്പം വരും. അന്നേരം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളും കൂടെ നോക്കാം. ഇപ്പം കാറിൻ്റെ അവസ്ഥ കൂടെ കാണാം. മാരുതി കാറാണ് അത്. അതിൻ്റെ റൈറ്റ് സൈഡ് ഡ്രൈവർ സൈഡിലാണ് ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നത്.
അദ്ദേഹവും വൈഫും 2 പിള്ളേരുമാണ് വണ്ടിക്കകത്തുണ്ടായിരുന്നത്. ഏതായാലും വലിയ ആർക്കും പരിക്കൊന്നുമില്ല. പിന്നെ കൊച്ചിന് ഫിക്സിൻ്റെ അസുഖം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് കാരണം അവരെല്ലാം ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്, പാറാട്ട് ഹോസ്പിറ്റലിൽ. പേടിച്ചു പോയി കാണും പിള്ളേരെല്ലാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേനെ. ഇപ്പോൾ ഇവിടാണ് ഓട്ടോയുടെ ബാക്ക് വീലിനിട്ട് ഇടിച്ചിരിക്കുന്നത്. ആ വീലാണ് അവിടെ തെറിച്ച് കിടക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടത് പോലീസിൽ അറിയിച്ചായിരുന്നു. 6 മണി കഴിഞ്ഞപ്പോൾ നടന്ന ഒരു അപകടമാണ്. പക്ഷേ പോലീസ് വൈകിയാണ് വന്നത്. കോട്ടയത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിട്ട് ഈ കാര്യം സംസാരിച്ചായിരുന്നു. കാരണം പുതുപ്പള്ളി ഒരു പെട്ടെന്നൊരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കോട്ടയത്തു നിന്ന് വേണം വണ്ടി വരാൻ വേണ്ടി. പുതുപ്പള്ളിലൊരു പോലീസിൻ്റെ സ്ഥിരം സംവിധാനം, 24 മണിക്കൂറുള്ള സ്ഥിരം സംവിധാനത്തെപ്പറ്റി ഇതുവരെ ആരും ചിന്തിക്കുന്നുമില്ല, പറയുന്നുമില്ല. നിരവധി അപകടങ്ങളാണ് ഓരോ ദിവസം പുതുപ്പള്ളി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയത്തു നിന്ന് പോലീസ് എത്തിയിട്ടുണ്ട്. പുള്ളി ഇതിനായിട്ട് ഇടിച്ച് ഞാൻ ടയർ കിടക്കുന്നുണ്ട്, ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. ഓട്ടോയുടെ ആളിതാ. പുള്ളി വാഴക്കുളംകാരനാണ്. എന്നോട് പുറകെ വന്നൊരു കാറുകാരൻ പറഞ്ഞ കൊച്ചു കയ്യിലാണ് വണ്ടിയായിരുന്നു. ഇതേ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എന്നാലും അവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്, അവിടെ ഇങ്ങോട്ട് വരുന്ന കാറുകാരൻ ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് വലത്തോട്ട് കയറി അവിടെ നിന്ന് ഒറ്റ അവിടെ നിന്ന് ഇവിടെ വന്നാണ്. കാറുകാർക്കും പരിക്കൊന്നുമില്ല. ഓട്ടോ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആടെയാണ് ഓട്ടോയെ. അദ്ദേഹം ഇരവന്നൂർ ജംഗ്ഷനിൽ കിടന്നാണ് വണ്ടി ഓടിക്കുന്നത്. അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് ഇരവന്നൂർക്ക് വന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വണ്ടിയെ യാത്രക്കാരൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരത്തിന് മാത്രം ഒരു ചെറിയ വേദനയുണ്ടെന്ന് പറഞ്ഞു. വേറെ ആർക്കും പരിക്കൊന്നും ഇല്ലാത്തത് വലിയ ഭാഗ്യമായി. ഇത് ഇങ്ങനെ കയറി വരുക, ഇങ്ങനെ കയറി വന്ന് രണ്ടുപേരുടെ സൈഡിലൂടെ മുട്ടുമായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് പറയാ കുഞ്ഞാണ് വണ്ടി ഓടിച്ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് പൈസ കൊടുക്കണം, കുഞ്ഞാണ് വണ്ടി ഓടിച്ചത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ CC ക്യാമറ ഉണ്ടല്ലോ സാറേ. എവിടെ ക്യാമറ? ഈ വീട് ക്യാമറ ഉള്ള പുറത്തോട്ടുണ്ടോ? നാളെ കള്ളം കയറിയപ്പോൾ കാണണം. റോഡിൽ കിടന്ന വാഹനം എല്ലാവരും കൂടെ ഉയർത്തി മുകളിലോട്ട് വെച്ച് ഒരു ഫുട്പാത്തുണ്ട്, അതിലോട്ട് കയറ്റി വെച്ചായിരുന്നു.
നമുക്കിനി ആ തൊട്ടടുത്ത വീട്ടിലെ CCTV ദൃശ്യങ്ങളൊന്ന് നോക്കാം. അതും കിട്ടുന്നില്ല. ആ കാറ് നല്ല സ്പീഡിൽ അവിടെ ഒരു ഇതുണ്ട്. ആ കാറ് കിടക്കുന്നിടത്തൊരു ഇച്ചിരി ബാഗ് എടുക്കണേ. ആ സ്പീഡ് കൂടുതലാണ്. അതാ കറക്റ്റ് ആ സെന്ററിലാണ്. എൻ്റെ ഗേറ്റിന്റെ അങ്ങോട്ടാണ്. അതൊക്കെ വിട്ടാണ്. കാറ് കയറി വന്നിരിക്കുന്നത്. ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്യാൻ വന്നാലോ സ്കൂട്ടറുകാരൻ്റെ ഭാഗ്യത്തില്. അയ്യോ, അവർ രക്ഷപ്പെട്ടു. പുരുഷനല്ലേ ഓടിക്കുന്നത്? പുള്ളി തന്നെ ഓടിക്കണം അല്ലേ? ഓട്ടോയുടെ ഡ്രൈവറോടും കാറിൻ്റെ ഡ്രൈവറോടും സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് പോലീസുകാർ പോയി. അപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റൂലാത്ത സാഹചര്യമായതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. CCTV ദൃശ്യത്തിൻ്റെ അകത്ത് ആ മരത്തിൻ്റെ ശില്ലാതെ നിൽക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. എങ്കിലും അത്യാവശ്യം നമുക്ക് കാണാൻ വണ്ടി കാറ് വന്ന് കയറി വന്നാണ് ഈ ഓട്ടോയ്ക്കിട്ട് തട്ടുന്നത്.